അവരവരുടെ വൈകല്യങ്ങളെയും പരിമിതികളെയും കൂടെ വിജയിക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രാണിക് ഹീലിംഗ് ഇതിനെയൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജീവന ശൈലി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടാൻ പോകുന്നതെന്ന് നോക്കാം. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്, അതും പ്രാണിക് ഹീലിംഗിന്റെ തത്വം അനുസരിച്ച് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഉണരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, അന്നത്തെ ദിവസം പിന്നെ വളരെ അസ്വസ്ഥമായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റും, ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല, ആളുകളോടൊക്കെയുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നു. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ പ്രാണിക് ഹീലിംഗിന്റെ തത്വം എങ്ങനെയാണ് ഇതിനെയൊക്കെ സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് അലോസരം ഉണ്ടാക്കുന്ന ചില സംഗതികൾ, അതിന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ എടുത്ത് ഒരു കാര്യം നോക്കുന്നുകൊണ്ടായിരിക്കും, അത്ര അത്യാവശ്യമില്ലാത്ത ഒരാളെ ഫോൺ ചെയ്യുന്നതുകൊണ്ടായിരിക്കും, പെട്ടെന്ന് എടുക്കേണ്ടാത്ത ഒരു ഇൻകമിങ് കോള് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് വരും. അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പത്രം നോക്കുന്നതും മൊബൈൽ നോക്കുന്നതും ചില ആളുകളെ വിളിക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ വന്നു ചേരുന്ന ചില പ്രതിസന്ധികളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് വരികയാണല്ലോ. ചില ആളുകളില്ല, ഞാൻ ആരാണോ എന്ന് കണി കണ്ടത് എന്ന് പറയാറില്ലേ, കൺകണ്ട ദൈവം എന്നൊക്കെ നമ്മൾ സാധാരണ ഇത് പറയാറുണ്ട്. സത്യത്തിൽ ഈ കൺകണ്ടതോ അല്ല പ്രശ്നം, നമ്മൾ കണ്ടതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ്, എങ്ങനെ അത് എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. മൈൻഡ് ഈസ് ദ ഇന്റർപ്രിറ്റർ ഓഫ് ഓൾ ഇവന്റ്സ് എന്നാണ് പറയുന്നത്. എല്ലാ അനുഭവങ്ങളെയും നമ്മുടെ മനസ്സെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ചിന്തകൾ നമുക്ക് അത് ഉളവാക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്നാൽ ഈ സാഹചര്യങ്ങളൊന്നും മാറത്തില്ല, നമ്മളാണ് മാറേണ്ടത്. പ്രാണിക് ഹീലിംഗ് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ അതിനെ സഹായിക്കും. ഉദാഹരണമായി, ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാറൊന്ന് തട്ടി, അല്ലെങ്കിൽ ഓവർലോഡ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ അതിന് പെർഫെക്ഷൻ ഇല്ലാതെ പോവുക. ചില ക്ലയൻസ് ഒക്കെ വിളിച്ച് ചൂടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ബോസ് തന്നെ വിളിച്ച് നമ്മളോട് അസ്വസ്ഥതയോട് സംസാരിക്കാറുണ്ട്. ഇതെല്ലാം മനുഷ്യരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. എന്നാൽ എങ്ങനെയാണ് പ്രാണിക് ഹീലിംഗ് ഇതിനെയൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജീവന ശൈലി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടാൻ പോകുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, റെഗുലറായി പ്രാണിക് ഹീലിംഗ് അതിൻ്റെ തത്വവും അതിൻ്റെ ശൈലിയും അനുസരിച്ച് ജീവിക്കുന്നവർ, അതിൻ്റെ മെഡിറ്റേഷൻസ് ഒരു ആത്മബോധം ഒരാളിൽ ഉളവാക്കും. ആത്മബോധത്തിനകത്ത് ഒരാളുടെ കഴിവുകേടും അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ തിരിച്ചറിവ് മതി മനുഷ്യന് അയാൾ അധികരിച്ചു വരുന്ന ദേഷ്യവും പിണക്കവും പ്രതികാര ചിന്തകളും അസ്വസ്ഥമാക്കുന്ന സ്ഥിര ചിന്തകളും എല്ലാം അതിലൂടെ അസ്തമിക്കുകയും ഉള്ളുകൊണ്ട് ബലപ്പെട്ട് അവരവരുടെ വൈകല്യങ്ങളെയും പരിമിതികളെയും കൂടെ വിജയിക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്തരം ഏതെങ്കിലും ഒരു സിസ്റ്റം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത വിജയം നേടുന്നു എന്ന് കാണുന്നത്. അതുകൊണ്ട് പ്രാണിക് ഹീലിംഗ് തത്വത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻസൈറ്റി ഉണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സോളാർ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു ചക്ര, ഇത് വളരെ ഓവർ ആക്ടിവേറ്റഡ് ആയിട്ട് വളരെ അധികരിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വൈകാരിക കേന്ദ്രമാണ്. സോളാർ പ്ലെക്സസ് എന്ന് പറയുന്ന സ്ഥലം താഴ്ന്ന വികാരങ്ങളുടെ കേന്ദ്രമാണ്. അതുപോലെയാണ് ത്രോട്ട് ചക്ര, ഇത് അധികരിച്ച ചിന്തകളുടെ സ്ഥലമാണ്. ഇതും ഒരു ചെറിയ ചിന്തയെ വിപുലീകരിച്ച് ഗുണകരമായ ദോഷകരമാക്കി മാറ്റുന്ന ത്രോട്ട് ചക്രയാണ്. അത് ഈ ചക്രയും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം സോളാർ പ്ലെക്സസ്, ത്രോട്ട് ചക്ര ഇവ പ്രാണിക് ഹീലിംഗിനകത്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് എനർജൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഒരു രീതിയാണ് സ്ട്രെസ് മാനേജ്മെന്റിനകത്തുള്ളത്. ഒപ്പം നമ്മുടെ ഹൃദയചക്ര, യോഗശാസ്ത്രത്തിൽ അനാഹത എന്ന് പറയും, ഹൃദയചക്രയാണ് നമുക്ക് പീസ്, ഹാർമണി ഇങ്ങനെയുള്ള സംഗതികൾ തരുന്നത്. അപ്പം അതിനെ കൂടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ പീസ്ഫുള്ളായിട്ട് കാമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെയും കാണാനും അറിയാനും നിരീക്ഷിക്കാനും ഒപ്പം അതിജീവിക്കാനും നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ കണ്ണിൻ്റെ പുരികങ്ങളുടെ മധ്യഭാഗത്ത് ഇവിടെ
ആജ്ഞാചക്ര എന്നൊരു ചക്രയുണ്ട്. അതിനാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്, ചിന്തകളെ നിയന്ത്രിക്കുന്നുണ്ട്, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ ആൻഡ് ഡയറക്റ്റബിലിറ്റി ഈ ചക്രയുടെ ഫങ്ഷനാണ്. അപ്പം അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ അധികരിച്ച ചിന്തകളെ അത് നോർമലൈസ് ചെയ്യും, ആഗ്രഹങ്ങളെ അത് ലഘൂകരിക്കും. എന്നാൽ ടോട്ടാലിറ്റിയിൽ ഓവറോൾ കൺട്രോൾ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ചില ആളുകൾക്ക് പ്രശ്നം മടിയാണ്, അലസതയാണ്. അത്തരം ആളുകൾക്ക് കൂടുതൽ ശുദ്ധീകരണവും ശാക്തീകരണവും ലഭിക്കേണ്ടത്, അഥവാ ക്ലെൻസിങ് ആൻഡ് എനർജൈസിങ് ലഭിക്കേണ്ടത് നട്ടലിന് അടിയിലുള്ള ഒരു ചക്രയിലാണ്. ഇതൊക്കെ വിശദമായിട്ട് പ്രാണിക് ഹീലിംഗ് പഠിക്കുന്നവർക്ക് അറിയാം, അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ അവർക്ക് വിജയം നിശ്ചയിക്കപ്പെടുന്നത്. പ്രാണിക് ഹീലിംഗ് തത്വത്തിൽ ഒരു പ്രതിസന്ധി ഇതേപോലെ വരുമ്പോൾ, അതായത് ടെൻഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു ചികിത്സ എന്ന നിലയിലും എന്നാൽ ഉള്ളുകൊണ്ട് ബലപ്പെട്ട് അതിജീവന ശക്തി നൽകാനും ആ സിസ്റ്റത്തിൽ തന്നെ ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്ന എങ്ങനെയാണ്? അയാൾക്ക് നല്ല ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ്, ആ ലക്ഷ്യത്തിന് വേണ്ടി ഏറെ പരിശ്രമിക്കുമ്പോഴാണ്, പരിശ്രമങ്ങളെ തന്നെ ഏകോപിപ്പിക്കുമ്പോഴാണ്. ഇതെല്ലാം ഒരു ശരീരത്തിനകത്തെ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നമ്മുടെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്ഥിരമായി എക്സർസൈസ് ചെയ്യാം, ബ്രീത്തിങ് ചെയ്യാം, നല്ല ബന്ധങ്ങൾ കാക്കാം, ഗുണകരമല്ലാത്തതിനെയൊക്കെ കുറേശ്ശെയായിട്ട് വിട്ടുകളയാം, നല്ലത് പ്രതീക്ഷിക്കാം, നല്ലത് നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ആസ് യു തിങ്ക് സോ യു ഹാപ്പൻ. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. നമസ്തേ.